എടാ രാവിലെ വരാൻ പറഞ്ഞത് ഇപ്പോഴാണോ റെഡിയാക്കാൻ പറഞ്ഞിട്ട് ലേറ്റ് ആയതാ. ഇരിക്കെ എന്തോരു വലിയ വീടാ ഇത്. അതൊക്കെ ഉണ്ട്. ഇരിക്കാനും സമയം എനിക്ക് വീടൊന്നും അധികം കാണിച്ചോണ്ടാ. ഞാൻ വരുന്നവർക്ക് കുറെ മരങ്ങളൊക്കെ കണ്ട്. എടാ ഏകദേശം 1 ലക്ഷത്തോളം മരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ ലിവിംഗ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഗസ്റ്റ് വാഷ്റൂം കാര്യങ്ങൾ താഴെ തന്നെ ഉണ്ട്. പിന്നെ താണ്ടേ ഇതെന്താ ബെഡ്റൂമാ? അല്ല കിച്ചൺ. ക്ലോസ് കിച്ചൺ. ക്ലോസ് കിച്ചൺ. മെയ്ഡൊക്കെ ഉണ്ടല്ലോ. മെയ്ഡല്ല, ഇതിന്റെ അനിയത്തിയാ. നമുക്ക് കിച്ചണില് ഇതെല്ലാം അവര് തന്നതാ. നമ്മളൊന്നും മേടിക്കേണ്ടി വന്നില്ല. എല്ലാം ഇങ്ങനെ തന്നെ കിച്ചണിൽ ഇത് കണക്ക് തന്നെ കിട്ടും. പിന്നെ താണ്ട് നമുക്ക് ലോണ്ടറി റൂം വരുന്നുണ്ട്. മെയ്ഡ്സ് റൂം ഉണ്ട്. അത് സെപ്പറേറ്റ്. പിന്നെ ബെഡ്റൂം ഒക്കെ മേളിലാ. ഞാൻ കാണിച്ചു തരാം. അതാണ് ഇവിടെ ബെഡ്റൂം വരുന്നത്, ഫസ്റ്റ് ബെഡ്റൂം. ഇത് അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നിൽക്കാമല്ലോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതാ ഇവിടെ കബോർഡ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമാ വിത്ത് ഷവർ. ഞാൻ ഞങ്ങളുടെ ബെഡ്റൂം കാണിച്ചു തരാം. ഇതാ ഞങ്ങളുടെ ബെഡ്റൂം വരുന്നത്. അച്ഛനാണെങ്കിൽ രാവിലെ പാല് കാച്ചിയ പാല് തീർന്നു. അപ്പൊ രണ്ടാമത് കാച്ചാൻ വേണ്ടിട്ട് പാല് മേടിക്കാൻ പോയി. ഇത് വലിയ ബെഡ്റൂമാണല്ലോ. വലിയ ബെഡ്റൂം. നമുക്ക് വെളിയിൽ ബാൽക്കണി കാര്യങ്ങൾ വരുന്നുണ്ട്. വേറെ സെറ്റ് സാധനം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നീ ഇവിടെ കണ്ടോ, കയറി വരുമ്പോ തന്നെ നമുക്ക് വലിയൊരു വാർഡ്രോബ് വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം അറേഞ്ച് വെക്കാൻ വേണ്ടിട്ട്. വാഷ്റൂം നേരെ ഇവിടെ വാഷ് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടിപൊളി അടിപൊളി. കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി ചെയ്തു. ഇതിപ്പോ എടുക്കാൻ നമ്മൾ എത്ര കൊടുക്കണോ? എടാ ഞങ്ങൾ എടുത്ത സമയത്ത് നമ്മൾ എത്ര 26 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എങ്ങാണ്ട് കൊടുത്തു. 26 ലക്ഷം. പിന്നെ നമുക്ക് എന്തോ പേയ്മെന്റ് പ്ലാൻ രീതിയിൽ അവർ തന്നത് 40% നമ്മൾ 2.5 വർഷം കൊണ്ട് അടച്ചു ചേർത്ത് 2.5 വർഷം കിട്ടും. പിന്നെ 60% നമ്മൾ മോർഗേജ് ഇട്ടേക്കുവാ. നമുക്കിപ്പോ എടുക്കാൻ ഇതിപ്പോ അവരുടെ ആദ്യത്തെ ആയിരുന്നു. രണ്ടാമത്തെ എന്തോ സോൾഡ് ഔട്ട് ആയി എന്നൊക്കെ ഞാൻ കേട്ടത്. മൂന്നാമത്തെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ എനിക്ക് എടുത്തുന്ന ആളുടെ നമ്പർ നിനക്ക് ഷെയർ ചെയ്യാം. നീ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. നീ എന്തായാലും അച്ഛൻ വന്നിട്ടല്ലേ പോകത്തുള്ളൂ. പിന്നെ